പടം ഓക്കെയാണ്, ഭയങ്കര ലെങ്താണ് മെയിൻ പ്രശ്നം. ഇവന്മാരിപ്പോൾ ഇതാക്കിയിട്ട് കത്തിയിൽ വിജയ് പറഞ്ഞ അതേ ഡയലോഗാണ്. ലോക്കൽ മുതൽ നാഷണൽ ചാനൽ വരെ ട്രെൻഡിങ് ഉണ്ടാക്കി. ഇനി ആ പടം ഇറങ്ങുമ്പോൾ 100% അത് വൺ ഹിറ്റ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവണമെങ്കിൽ ഇത് ഫുള്ള് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് ഈ സിനിമ കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഒരു 10% ഐഡിയ കിട്ടും. രവിമോഹൻ്റെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ശിവകാർത്തിൻ്റെ ആണെങ്കിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ്. പിന്നെ മലയാളികൾക്ക് കൈയടിക്കാൻ വേണ്ടി ബേസിൽ ജോസഫിൻ്റെ അത്യാവശ്യം നല്ലൊരു ഒരു വളരെ കുറച്ചേ ഉള്ളൂ പുള്ളി. പക്ഷേ വിജയുടെ ശിവകാർത്തികൻ്റെ ആക്ടിംഗ് ഒക്കെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശിവകാർത്തികൻ വേറെ ഒരു പോളിയോ. നമ്മളെ റിപ്പബ്ലിക് ഡേ ഒക്കെ ജനുവരി 26-ാം തീയതി അല്ലേ, അത് അന്ന് റിലീസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. നല്ല സിനിമ. ഏത് ഭാഷയിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്നുള്ള ഒരു അക്ഷരത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് അത്ര യോജിക്കാനായിട്ട് എനിക്ക് വന്നിട്ടില്ല. ആവറേജേ ഉള്ളൂ, ഭയങ്കരമായിട്ട് പ്രതീക്ഷയൊക്കെ ആവറേജ് ഓക്കെ. ഭയങ്കര ലെങ്താണ്, ആവറേജാ. ആക്ഷനൊക്കെ ഉണ്ട്. 10-27 കട്ടർ കഴിഞ്ഞിട്ടും പടം ഉണ്ട് 3 മണിക്കൂർ. ഈ സെൻസർ അണ്ണന്മാരി ആവശ്യമില്ലാത്ത ഈ പാട്ടും കുറേ പാസും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല നല്ല സാധനങ്ങൾ ഇട്ട് അതൊന്നും മ്യൂട്ടാക്കാതെ ഇട്ടാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് കിട്ടും. ഇത് ആവശ്യമില്ലാത്ത പാട്ടൊക്കെ അണ്ണന്മാർ സെറ്റ് ചെയ്ത് വിടുകയും ചെയ്യും, ആവശ്യമുള്ളതൊക്കെ മ്യൂട്ട് ചെയ്തും കട്ട് ചെയ്ത് വിടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കാണുന്നതിൻ്റെ ഒരു ഒഴുക്ക് നഷ്ടപ്പെടും. ആണ് ഇടയ്ക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മ്യൂട്ട് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാണ്? പടം പൈസ കൊടുത്ത് കാണുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പടം ഓക്കെയാണ്. രവിമോഹൻ എങ്ങനെയുണ്ട്? വില്ലനിസം നന്നായിട്ട്, അതെ വില്ലനിസം നന്നായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഇടയിൽ ഭയങ്കര ഒരു ഹീറോ പരിവേഷമുള്ള ഒരാളാണല്ലോ. ആണ് പുള്ളിയുടെ വില്ലൻ ക്യാരക്ടറും അറിയപ്പെടും. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെ കിട്ടും. അഥർവ ഓക്കെയാണ്. പുള്ളി ബ്രദറിന്റെ ക്യാരക്ടർ. പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ എന്താണ് പറയാനുള്ളത്? പടം ഓക്കെയാണ്, ഭയങ്കര ലെങ്താണ് മെയിൻ പ്രശ്നം. പടം ഭയങ്കര മേക്കിംഗ് ഒക്കെ കൊള്ളാം. പാട്ട്, മ്യൂസിക്, BGM ഒക്കെ കൊള്ളാം. ഭയങ്കര വലിച്ചുപോയി. അതെ ഭയങ്കരമായിട്ട്. ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ജയം രവി ഒക്കെ എങ്ങനെയുണ്ട്? ജയമുള്ളി ആക്ടിങ് കൊള്ളാം. നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് നല്ല വിറുവിറുപ്പായി പോയിട്ടുണ്ട്. എങ്ങനെയാണ്? സെക്കൻഡ് ഹാഫ് നല്ല വിറുവിറുപ്പായി പോയിട്ടുണ്ട്. ഉണ്ടല്ലേ? പുള്ളി മദ്രാസിലും എല്ലാത്തിലും നന്നായിട്ടിരുന്നു. ഇതിലും കൊള്ളാം. ജയം രവിയൊക്കെ എങ്ങനെയുണ്ട്? ജയം രവിയൊക്കെ നന്നായിട്ടിരുന്നു. ആക്ടിങ് കാസ്റ്റ് ഫുള്ളായിട്ട് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷനും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീൻസ് എല്ലാം നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറിയോഗ്രഫി അല്ല സിനിമറ്റോഗ്രഫി എല്ലാം കൊള്ളായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായിട്ടിരുന്നു. പിന്നെ ഓവറോൾ ഒരു എഡ്യൂക്കേഷണൽ ഒരു പീസായിട്ടാണ് തോന്നിയത്. കാരണം കുറേ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചില ഇൻസിഡൻസ് ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ഡ്രാമാറ്റിക് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ആ തുടക്കം തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് ചില ഇൻസിഡൻസ്. അങ്ങനെ അത് മൂവിക്ക് വേണ്ടി സിനിമാറ്റിക് ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടും. ലാംഗ്വേജിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ലാഗ് അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ? ലാഗ് അതിന് വേണം. ഈ സിനിമയ്ക്ക് കുറച്ച് ആവശ്യമുണ്ട്. ആ സ്റ്റോറി കംപ്ലീറ്റ് പറയാം. സെൻസർ കട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? സെൻസർ കട്ടിംഗ് ഇല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും കുറച്ച് ഡ്രാമ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എബോ ആവറേജ് ആണ്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ജയം രവി ഒക്കെ എങ്ങനെയാണ്? ശിവകാർത്തി എല്ലാം കൊള്ളാം. സ്റ്റോറിയൊക്കെ എങ്ങനെ? തമിഴ് സിനിമ അല്ലേ, നമ്മൾ തമിഴാണ്. സിനിമ കൊള്ളാം. തമിഴ് അപ്പോൾ തമിഴർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ? പൊങ്കൽ സിനിമ അല്ലേ? അതെ, പൊങ്കൽ സിനിമ. ഓക്കെ. ഭയങ്കര ലാഗായിരുന്നു. ഞാൻ കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു. പിന്നീട് ഒരു ഇൻ്റർവൽ പഞ്ചിങ് ആയിട്ടാണ് പടത്തിന് ഒരു ഉണർവ് വന്ന് തുടങ്ങിയത്. പിന്നെ ശിവകാർത്തികേയൻ്റെ അഭിനയം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 1989 ഒരു സ്റ്റോറിയാണ് ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ തമിഴ്നാട്ടിലൊരു പ്രത്യേകം എന്തെന്നറിയാമോ? തമിഴ്നാട് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷ് അക്ഷരമായിട്ടുള്ള നമുക്കൊരു പേര് വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ കേരളത്തിലാണെങ്കിൽ ഏത് ഭാഷയിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്നുള്ള ഒരു അക്ഷരത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് അത്ര യോജിക്കാനായിട്ട് എനിക്ക് വന്നിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായി. എന്നാലും പടം ഒരു ആവറേജ് പടം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ 89 ഒരു സ്റ്റോറി എടുത്തിട്ട് അങ്ങോട്ട് ചിന്തകഴിച്ച് പറയാം. അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. പിന്നെ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പടം ആവറേജാണ്. എൻ്റെ ഇതിൽ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല. അതല്ലേ പറഞ്ഞത്, ബസ്സിൻ്റെ ബോർഡ് ഒരു ഇംഗ്ലീഷ് അക്ഷരമെങ്കിലും തമിഴ്നാട്ടിൽ വെക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് തമിഴരാണ്, നമ്മളെ മലയാളികളുണ്ടല്ലോ അഭിമാനിക്കുക. പിന്നെ ലാംഗ്വേജ് മൂവിയാണ്. പിന്നെ അതുപോലെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു നടനെന്ന് പറയുന്നത് നമ്മളെ ബേസിൽ ജോസഫ് ഉണ്ട്. നമുക്കൊന്ന് കൈയടിക്കാനുള്ള ഒരു സാധനം നമ്മൾ ബേസിൽ ജോസഫ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മലയാളത്തിന് ഒരു അഭിമാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും നല്ലൊരു പടം ആണെന്ന് പറയാനേ പറ്റുള്ളൂ. എന്നാലും ആവറേജാണ്. വിജയിക്കട്ടെ എന്ന് പറയുന്നത്.
നല്ലപോലെ ഇഷ്ടപ്പെടും. സുധ കൊങ്കര നല്ല വൃത്തിക്ക് നല്ല കിടിലം പടം തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും. ചെറിയ ലാഗുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. നല്ല കിടിലം പടം തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും. പടത്തിന് നല്ലൊരു പവറുണ്ട്. നല്ല വൃത്തിക്ക് എൻഗേജ് ആയിട്ടിരുന്ന് കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു പടമാണ്. എല്ലാം കൊള്ളാം. പക്ഷേ സൂര്യ ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു പവർ കിട്ടുമെന്നൊരു ഫീല് കിട്ടി. അങ്ങനത്തെ എസ് കെ നന്നായിട്ട് ചെയ്തു. പക്ഷേ സൂര്യ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് തോന്നി. എന്നാലും കൊള്ളാം. അങ്ങനെ മോശമൊന്നും ആക്കിയിട്ടില്ല. വിജയ്ക്ക് പകരക്കാരനാവും. ഭാവിയിൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇന്ത്യ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 350 ഉണ്ട്. റീജിയണൽ ലാംഗ്വേജിന് പ്രൊമോഷൻ നമ്മളെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ഭാഷ സംസാരിക്കാനുള്ള അതിനെ പ്രൊമോഷൻ നൽകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതൊരു ശിവകാർത്തികേയൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ റിപ്പബ്ലിക് ഡേ ഒക്കെ ജനുവരി 26 അല്ലേ, അത് അന്ന് റിലീസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. നല്ല സിനിമ. ജയൻ രവി ഒരു വില്ലൻ ക്യാരക്ടറാണ്. ബേസിൽ മലയാളത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിൽ മലയാളിയായിട്ട് തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതെ, ഭാഷ അടിസ്ഥാനത്തിലുള്ള സിനിമയാണിത്. നമ്മളെ സ്വന്തം ഭാഷ സംസാരിക്കാനുള്ള ഓരോ ഇന്ത്യക്കാരനും കാണേണ്ട സിനിമയാണ്. നല്ല പടം, നല്ല പടം. ബ്ലോക്ക് ബസ്റ്റർ ആണ്. കാരണം ശിവകാർത്തികേയന്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് മൂവിയാണ്. അയാളുടെ ഒരു 5 പടം എടുത്താൽ ഒന്ന് ഇത് വരും. സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. മോന് ഇഷ്ടപ്പെട്ടോ? ശിവകാർത്തി എങ്ങനെയുണ്ട്? ശിവകാർത്തി കൊള്ളായിരുന്നു. എങ്ങനെ സ്റ്റോറിയൊക്കെ എങ്ങനെ? സ്റ്റോറി എല്ലാം നല്ല സിനിമയായിരുന്നു. ലാഗ് അടിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ ലാഗായിട്ടില്ല. ബേസിലോ? ഇല്ല, വലിയ കുഴപ്പമില്ല. ബേസിൽ ജോർജ് എങ്ങനെയുണ്ട്? ബേസിൽ ജോർജ് നല്ലതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. കാരണം ഇതിനെതിരെയൊക്കെയാണ് വരേണ്ടത്. ആദ്യം അവർ നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി. പക്ഷേ അവർ 1959 ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നതും അതിന് ന്യായീകരിക്കല്ല. പക്ഷേ ഏതൊരു രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ദേശീയ ഭാഷ വേണം എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ദഹിച്ചോളണമെന്നില്ല. അത് പറയുന്ന രാഷ്ട്രീയം ദഹിച്ചോളണമെന്നില്ല. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ആവാനുള്ളൊരു വിജയുടെ ശിവകാർത്തികേയൻ്റെ ആക്ടിംഗ് ഒക്കെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശിവകാർത്തികൻ വേറെ തന്നെ ഒരു പോളിയോ പുള്ളി എന്തായാലും ഒരു പുള്ളറായിട്ട് തന്നെ വരും. അതിലൊന്നും സംശയമില്ല. പുള്ളിയുടെ ആക്ടിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആ സിനിമാറ്റിക് ഒരു സ്ത്രീയാണ് ഡയറക്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ അതെ, അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈസ് ഓസം. അതാണ് പറയാനുള്ളത്. അങ്ങനെയൊക്കെ പറയാം. അത് പല രീതിയിലേക്കൊക്കെ പോകുന്നു. சினிமா எப்படி இருக்கு? சினிமா நல்லா இருக்கு. நல்லா இருக்கு. சிவகார்த்தி எப்படி? நடிப்பு நல்லா இருக்கு. நல்லா இருக்கு. ഓക്കെ. മോശം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയാണ്, കാര്യങ്ങളാണ്, ശരിക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിലെ ഒരു മുന്നത്തെ പടം വെച്ചിട്ട് കുറച്ചും കൂടെ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു വേറെ ഒരു സ്റ്റോറി ടൈപ്പാണ്. പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ല വർക്കായിട്ടുണ്ട് പടം. സോങ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലൈക്ക് നറേഷൻ കുറച്ച് കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരിക്കാം. അത് കുറച്ചും കൂടെ കുറച്ചിട്ട് കുറച്ച് റൊമാൻസിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ കുറച്ചിട്ട് സീരിയസ് മാറ്റർ മാത്രം അവർ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫും കാര്യങ്ങളൊക്കെ കൊള്ളാം. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാവരുടെ പെർഫോമൻസും രവിമോഹൻ്റെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ശിവകാർത്തിൻ്റെ ആണെങ്കിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ്. പിന്നെ മലയാളികൾക്ക് കൈയടിക്കാൻ വേണ്ടി ബേസിൽ ജോസഫിൻ്റെ അത്യാവശ്യം നല്ലൊരു ഒരു വളരെ കുറച്ചേ ഉള്ളൂ പുള്ളി. പക്ഷേ ആ ഒരു സീൻ വളരെ ഇമ്പാക്റ്റുള്ള സീനാണ്. ഈ പടത്തിൽ അത്യാവശ്യം വളരെ ഇമ്പാക്റ്റുള്ള സീനാണ് പുള്ളി വരുന്ന സീന്. അത്യാവശ്യം നല്ലൊരു പടം തന്നെയായിരുന്നു. പകരക്കാരൻ മേ ബി സിനിമ നല്ലതാണ്. ചിലപ്പം മറ്റതിൻ്റെ കൂടെ ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഫാൻ ബേസ് വളരെ കൂടുതലാണ് പുള്ളിക്ക്. വിജയ് എന്ന് നടന്ന് ഫാൻ ബേസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അതിൻ്റെ കൂടെ ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പടം കുറച്ച് താഴ്ന്നു പോയേനെ. ഉറപ്പായിട്ട് അത് അതിൻ്റെ കൂടെ ഇറങ്ങാത്തത് കുറച്ച് നന്നായി ഈ പടത്തിന്. ഞങ്ങളുടെ സ്ഥലത്തിൽ, അതായത് പൊള്ളാച്ചിയിൽ നിന്ന് നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് ബേസ്ഡാണ്. പക്ഷേ ഒരു സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു നല്ല രസമുണ്ട് കാണാൻ. പെട്ടെന്നും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്ലാഷ് ഉണ്ടാവും. പക്ഷേ ഇത് സെപ്പറേറ്റായിട്ട് കാണാൻ ഭയങ്കര ഒരു കണ്ടന്റ് ഡ്രൈവൻ ഫിലിമാണ്. ഇത് എന്താ സംഭവം, എന്തിനാ ഇവർ ഹിന്ദിയൊക്കെ ഓപ്പോസിഷൻ ഇങ്ങനെ ചെയ്യുന്നു? ഇതൊരു പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് പറയുന്നു ചിലർ അജണ്ട ഫിലിം എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇത്
ഇത് നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവണമെങ്കിൽ ഇത് ഫുള്ള് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് ഈ സിനിമ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു 10% ഐഡിയ കിട്ടും. അപ്പോൾ അത്രേ ஆக்டிங்கில் எப்படி இருக்கு ப்ரோ சிவகார்த்தியோட ஆக்டிங்கில் சூப்பராக இருக்குது. சிவகார்த்திகேயன் பாசிட்டிவ் ரோல்ங்கிறனால பெருசாக தெரியலை. ஆனால் ஜெயம் ரவி சூப்பராகவே பண்ணியிருந்தார். அந்த வில்லன் ரோல் ரொம்ப சூப்பராக இருந்துச்சு. லேக் இருக்கா லெங்து லேக் சொல்ல முடியாது. ஃபர்ஸ்ட் ஹாஃபில் கொஞ்சம் லேக் லைட்டாக இருக்குது. செகண்ட் ஹாஃப் கவர் பண்ணிட்டாங்க. ஸோ பெட்டர் தான். இப்போ தமிழ்நாட்டில் சிவகார்த்திகேயன் விஜய் ஃபேன்ஸ் எல்லாம் ஃபேன் பேஜில் இருக்குது. விஜய் அளவுக்கு சிவகார்த்திகேயன் கண்டிப்பாக இதுக்கு அடுத்து கொஞ்சம் வரும். பொலிட்டிக்கல் பேக்ரவுண்ட் பொலிட்டிக்கல் சப்போர்ட் இருக்கிறதுனால ப்ளஸ் இந்த படத்தோட ஸ்ட்ராங்கு வந்துட்டு இந்த ஒரு என்ன நினச்சாங்களோ அதை வந்துட்டு கரெக்டாக கதையில் நரேஷன் கொண்டு வந்துட்டாங்க. சூப்பராக இருக்குது எல்லாமே. ஆக்டிங்கில் யார் பெஸ்ட்? எல்லாமே ஆக்டிங்கில் சிவகார்த்திகேயன் குட். அதர்வா கொஞ்சம் சின்னதாக வந்தாலும் சூப்பராக பண்ணியிருந்தாரு. பட் எல்லாத்தையும் விட ஜெயம் ரவி നെഗറ്റീവ് റോളിൽ അന്തളവുക്ക് സ്കോപ്പ് സൂപ്പർ ആണിച്ചത്. അതായത് സംഭവിച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു പടത്തിൽ ഏറ്റവും വലിയ പടം മിസ്കാസ്റ്റ് തന്നെയാണ്. ദുൽഖർ, സൂര്യ, നസ്രിയ ഇവർ മൂന്നുപേരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് നടിപ്പിൻ നായർ വരെ ശിവകാർത്തിയെ വരുമ്പോഴത്തേക്കും ഒരുപാട് സീൻസൊക്കെ ചേഞ്ച് ചെയ്തു. സുധ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യ വെച്ച് ചെയ്ത സീനുകൾ ശിവകാർത്തിയിൽ വന്നപ്പം ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതുപോലെ പടത്തിയുണ്ട്. അതായത് കണ്ടന്റും സുധയുടെ വിഷനും എല്ലാം പക്കയാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പടം എക്സിക്യൂട്ട് ചെയ്ത രീതി നമുക്കൊരു ഇമ്പാക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 1-2 മൊമെൻറ്റ്സ് ഒരു ഹൈ ആയിട്ട് കൊണ്ടുവന്ന് കത്തിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും അത് പോവുകയാണ്. ഭയങ്കര ക്ലാസ് ആക്കി ലെങ്തായിട്ട് കൊണ്ടുവന്നാണ് പടത്തിൽ ഏറ്റവും വലിയ പോരായ്മ. 100% നെഗറ്റിവിറ്റി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ജനനായക റിലീസ് നിർത്തി ഈ പടം റിലീസ് ചെയ്തതുകൊണ്ട് വിജയ് ഫാൻസിൻ്റെ ഇടയിൽ നിന്നും ഒരുപാട് രീതിയിൽ ശിവകാർത്തികേയൻ ഹേറ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പടം ഒരിക്കലും തമിഴ്നാട് സർക്കാരിനെയോ വിജയനോ ഒന്നും അല്ല നോക്കിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് മെയിൻ. അവർക്കുള്ള ഇതാണ്. BJP ആണ് ഈ പടത്തിനെ ഇത്രയാക്കിയത്. വിജയുടെ പടം അതുപോലെ തന്നെ. ഇന്നലെ ആ പടം റിലീസ് ചെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ട്രെയിലറോട് ആൾക്കാർക്ക് നല്ല പ്രതീക്ഷയെല്ലാം പോയി. ഭഗവന്തി കേസർ റീമേക്ക് എന്ന് പറഞ്ഞ് ഇരുന്ന് ആ പടം ഇറങ്ങി ചിലപ്പോൾ 8 തലയിൽ പൊട്ടിപ്പോയെങ്കിൽ ഇവന്മാരിപ്പോൾ ഇതാക്കിയിട്ട് കത്തിയിൽ വിജയ് പറഞ്ഞ അതേ ഡയലോഗാണ്. ലോക്കൽ മുതൽ നാഷണൽ ചാനൽ വരെ ട്രെൻഡിങ് ഉണ്ടാക്കി. ഇനി ആ പടം ഇറങ്ങുമ്പോൾ 100% അത് 1 ഹിറ്റായിരിക്കും. ഇവന്മാരാക്കി കൊടുത്താണ്. ഈ BJP എന്തിനാണ് പേടിക്കുന്നതെന്ന് ഒരു രീതിയിൽ മനസ്സിലായി. സെൻട്രൽ ഗവൺമെൻറ് അവന്മാരിൽ കേന്ദ്രം അവരുടെ കയ്യിൽ, കേരളം അവരുടെ കയ്യിൽ. എന്നിട്ട് എന്തിനാണ് പേടിക്കുന്നത്? 10 സിനിമ തുടങ്ങിയാണ്. ബീഫിനെ പേടി, ദീപികയുടെ ഇന്നർവെയറിനെ പേടി, വിജയെ പേടി, വിജയുടെ സിനിമയെ പേടി. ഇതിലേക്ക് ആവശ്യത്ത് ഇവന്മാരെ സിനിമയായിട്ട് കണ്ടാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. പരാശക്തിയും അത് തന്നെയാണ് വന്നത്. ശിവകാർത്തികേയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പടത്തിൽ അത്ര ആയി വന്നത് ഈ ഒരൊറ്റ BJP വിഷയം കൊണ്ട് മാത്രമാണ്. പാർട്ടിക്കുള്ള സംഭവം തന്നെയാണ്. എന്നിരുന്നാൽ പോലും അവർ പാർട്ടിക്കെതിരില്ല. അവർ നിങ്ങളെ പാർട്ടി നമ്മളെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന എന്തിനാണ് ചോദിക്കുന്നത്? ഭാഷയെ വെച്ചാണ് ഈ പടം പറഞ്ഞത്. പക്ഷേ അത് ശിവകാർത്തികേയൻ ആയതുകൊണ്ടാവും നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. സൂര്യൻ, ദുൽഖർ അവരൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു റേഞ്ചിൽ വന്നെങ്കിൽ പടത്തിൽ ഏറ്റവും വലിയ പടം മിസ്കാസ്റ്റ് തന്നെയാണ്. പടം വലിയതായിട്ട് പോകില്ല, വീഴും.